ഒന്നാമത്തെ പീഡനം. അപ്പോൾ ആദ്യത്തെ പീഡനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ തന്നെ ഒരു 3-4-5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹെഡ്ലൈൻ അങ്ങോട്ട് വായിച്ചങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്നാമത്തെ വെച്ചാൽ മിമിക്രി തമാശ. ഒന്നും മനസ്സിലായില്ലേ? വീഡിയോ മുന്നോട്ട് കണ്ടോളൂ, എല്ലാം മനസ്സിലാവും. രണ്ടാമത്തേതെന്ന് വെച്ചാൽ അബോർഷൻ, ഗുളികയും കട്ടക്കലിപ്പും എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. ഗുളികയും കട്ടക്കലിപ്പും. മൂന്നാമത്തെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവരെല്ലാം ഈ വീഡിയോ നമ്മൾ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണാത്തവർ അത് പോയി കാണുക. കഴിഞ്ഞ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ കൊള്ളക്കേസാണ്. അയ്യപ്പൻ്റെ കൊള്ളക്കേസല്ല, തന്ത്രി സ്വർണം കൊള്ളയടിച്ചതിൻ്റെ കേസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് ഇനി സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വരാനുണ്ട്. അതുപോലെ ഇന്ന് പറയാൻ പോകുന്നത് രാഹുലിൻ്റെ കഥയാണ്. രാഹുൽ ചേട്ടൻ്റെ കഥയാണ്. രാഹുൽ മാങ്കുവിൻ്റെ കഥയാണ്. മാങ്കു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മാങ്കു, നമ്മുടെ രാഹുൽ മാങ്കുവിൻ്റെ കഥ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. 1, 2, 3, 4, 5, 6 എന്ന പാർട്ടൊക്കെ കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അതിനകത്ത് കുറേ കണക്ട് ചെയ്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തൊരു യോജിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ച് വെച്ചേക്കുക. നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോൾ രാഹുലിൻ്റെ ആദ്യത്തെ പീഡനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ പീഡനം, രണ്ടാമത്തെ പീഡനം, ഞാൻ പേരിട്ടേക്കുന്നത് കള്ളനും പോലീസും കളി. ഓക്കെ. നാലാമത്തെ മെയിൻ സാധനം, നാലാമത്തെ പേര് ഹൈക്കോടതിയിലെ അയ്യോ പാവം എൻട്രി. ഓക്കെ, നാലാമത്തതും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. ആദ്യത്തിനകത്തൂടെ തന്നെ ഇങ്ങോട്ട് പോകാം. ആദ്യത്തത് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 2025 ഓഗസ്റ്റ് മാസം മുതൽ ചില ആരോപണങ്ങൾ ഇങ്ങനെ വായു പറന്നങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ നടി റിനി ആ പുള്ളിക്കാരി ഉൾപ്പെടെയുള്ളവർ ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സംഗതി അങ്ങോട്ട് ചൂട് പിടിച്ച് അങ്ങോട്ട് പോയി. എന്നാൽ നിയമപരമായിട്ട് ആദ്യത്തെ വലിയ പ്രഹരം വരുന്നതിന് ഒരു ഗുമ്മില്ലാതെ അങ്ങ് പോയി. അത് നവംബറിലാണ്, 2025 നവംബർ. 2025 നവംബർ ആയപ്പോഴത്തേന് ഒരു യുവതി നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പരാതി അങ്ങോട്ട് കൊടുത്തു. അതിനകത്താണ് സീൻ അങ്ങോട്ട് മാറുന്നത്. അതിനു മുമ്പ് വകുപ്പുകൾ നമുക്കൊന്ന് അറിയണം. എന്തൊക്കെയാ? BNS 64 ബലാത്സംഗം, കുറഞ്ഞത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവോട് തടവ്. പിന്നെ BNS 89 സമ്മതമില്ലാതെ ഗർഭചിത്രം നടത്തൽ, ഇതും ജീവപര്യന്തം വരെ പോകാവുന്ന വകുപ്പാണ്. പിന്നെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം വേറെയും. അതൊക്കെ അവിടെ നിൽക്കട്ട്, നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ. അതായത് വാഗ്ദാനം കൊണ്ട് രാജകുമാരനാണ് നമ്മുടെ ഈ രാഹുൽ. കഥയുടെ തുടക്കം ഒരു പക്ക പൈങ്കിളി സിനിമ പോലെയാണ്. നീ എൻ്റെ പ്രാണനാണ്, എൻ്റെ പാതിയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു യുവതി അങ്ങോട്ട് വളർച്ചങ്ങോട്ട് എടുത്ത് TV-യിൽ നിന്ന് വന്ന് മറ്റുള്ളവരുടെ സ്വഭാവശുദ്ധിയെപ്പറ്റി പ്രസംഗിക്കുന്ന രാഹുലിൻ്റെ അന്തർനാടകങ്ങൾ ഇത്രയും ഭീകരമാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോകുന്നു. AI മിമിക്രി തമാശ. പരാതിക്കാരി ആദ്യം പുറത്തുവിട്ടത് രാഹുലിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. വോയിസ് കേട്ടാൽ ആർക്ക് പൊട്ടന് മണ്ടന് ഏത് രാഷ്ട്രീയക്കാരനും മനസ്സിലാവും ഇത് നമ്മുടെ ചെക്കനായ മാങ്കു ആണ്. മാങ്കുവേ, നമ്മുടെ സ്വന്തം മാങ്കു. പക്ഷെ നമ്മുടെ നേതാവ് ഓളായിട്ട് പറഞ്ഞ് അയ്യോ സാറേ ഞാനല്ലേ, അയ്യോ സാറേ ഇത് എൻ്റെ അല്ലേ എന്നൊക്കെ. ഇത് ഞാനല്ല സാറേ, ഇത് മിമിക്രി ആർട്ടിസ്റ്റുകൾ AI വെച്ചുണ്ടാക്കിയതാണ്. AI ഇത് കേട്ട് മിമിക്രി ആർട്ടിസ്റ്റ് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇരുന്നത്. ഞങ്ങൾ എത്ര ട്രൈ ചെയ്തിട്ടും ഞങ്ങൾക്ക് കിട്ടാത്ത രാഹുലിൻ്റെ സൗണ്ട് AI കൊണ്ടുണ്ടാക്കിയെന്ന്. ഇത്രയും ഒരു AI-യുടെ ഒരു കളിയെ. ഈ AI എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. രാഹുലിൻ്റെ ഭാഷ പറഞ്ഞാൽ അലംബിഫിക്കേഷൻ. രണ്ടാമത്തെ പോയിൻ്റാണ് അബോർഷൻ ഗുളികയും കട്ടക്കലിപ്പും. പരാതിയിലെ ഏറ്റവും വലിയ കോമഡി ശരിക്കും പറഞ്ഞാൽ ഇതാണ്. കോമഡി എന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു ട്രാജഡിയാണ്. പക്ഷെ കോമഡി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യുവതി ഗർഭിണിയായപ്പോൾ രാഹുൽ ഫുൾ കലിപ്പിലായി. ഇതിപ്പോൾ എന്തിനാ ഇവിടെ വന്നേ, ആരാ ഉണ്ടാക്കി എന്നുള്ള ഭാവം. പുള്ളി നിർബന്ധിച്ച് ഗുളിക കഴിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം തൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനും ശ്രമിച്ചു. ഒരുത്തൻ്റെ ഫോർച്യൂണർ കാറ്, വേറൊരുത്തൻ്റെ സപ്പോർട്ട്, അങ്ങനെ രാഹുലിൻ്റെ ലൈഫ് ഫുൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി പീഡനമായിരുന്നു.
ഇതൊക്കെ വാർത്ത ഒന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ന്യൂസ് കണ്ട് വരുന്നത് ഇത് ആദ്യത്തെ എപ്പിസോഡാണേ, ആദ്യത്തെ ഐറ്റംസ് ആണേ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ച് വെച്ചാൽ അടുത്ത മൂവ്മെൻറ്റ് മൊത്തവും വരുത്തുന്നതായിരിക്കും. പിന്നെ കള്ളനും പോലീസ് വന്ന സെഗ്മെൻറ്റ് കേസ് വന്നത് രാഹുൽ ഒരു മാജിക് അങ്ങോട്ട് കാണിച്ചു. പുള്ളി അങ്ങ് അപ്രത്യക്ഷനായി. MLA ഓഫീസിലില്ല, വീട്ടിലില്ല. പിന്നെ കേൾക്കുന്ന തമിഴ്നാട്ടിലെ ഏതോ ഒരു പച്ചക്കറി തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നതാണ്. പച്ചക്കറി ചീനിപ്പണയിലെങ്ങനെ ആയിരിക്കും, അതോ വാഴയ്ക്ക് തടം എടുക്കുന്നു? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പാലക്കാട്ട് രാജകുമാരൻ പോലീസിനെ വെട്ടിച്ച് ഫാം ഹൗസിൽ നിന്നും ഫാം ഹൗസിലേക്ക് ചാടി 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 പൊക്കോണ്ടിരുന്നു. പാവം പോലീസ് രാഹുലിൻ്റെ ആ മാജിക് വെട്ടി അഥവാ ഫോർച്യൂണർ കാറ് മാത്രം പൊക്കി. കാറ് കിട്ടി, പക്ഷെ ആളെ കിട്ടിയില്ല. കുറച്ച് ദിവസം പോലീസന്മാർ കാറിൻ്റെ പിറകെ പോക്കലോട് പോക്ക്. കാറിനകത്ത് ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന രീതിയിൽ ഇരിക്കുക. സിനിമയിലെ വില്ലന്മാരെയൊക്കെ പോലെ മുടി നീട്ടി വളർത്തി വേഷം മാറി നടക്കാനൊക്കെ രാഹുൽ പ്ലാൻ ചെയ്തിരുന്നോ എന്നൊക്കെ അന്ന് ട്രോളന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രോളന്മാരെ അങ്ങനെ കുറേ അധികം ട്രോൾ അന്ന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. ഹൈക്കോടതിയിലെ അയ്യോ പാവം എൻട്രി. ഒടുവിൽ ഓടി മടുത്തപ്പോൾ രാഹുൽ നേരെ കോടതിയിലേക്ക് അങ്ങോട്ട് ചെന്നു. സറണ്ടർ അങ്ങോട്ട് അടിച്ചു. സാറേ, എന്നെ പീഡിപ്പിക്കുകയാണ്, എനിക്കതൊന്നും അറിയാൻ വയ്യേന്ന് നമ്മുടെ രാഹുൽ പറഞ്ഞു. ഇതൊക്കെ രാഷ്ട്രീയ വൈരാഗ്യമാണ് പോലും. എനിക്ക് പീഡിപ്പിക്കാനും അറിഞ്ഞൂടാ, പീഡിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെന്ന് പുള്ളി എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി പാലഭിഷേകം നടത്തി. ആ ടൈമിലാണ് പുള്ളിക്ക് കോടതി ഒരു സ്റ്റേ കിട്ടിയത്. അതോടെ രാഹുൽ വീണ്ടും TV വന്ന് പഴയ പോലെ സിംഹമായി ഗർജിക്കാൻ തുടങ്ങി. പക്ഷെ തൻ്റെ ഗർജനത്തിനധികം ആയുസ് ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ. എന്തെന്നാണല്ലേ കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. ചുരുക്കത്തിൽ ആദ്യത്തെ കേസ് ഒരു ട്രെയിലർ മാത്രമായിരുന്നു. മെയിൻ പിക്ചർ അന്ന് കാനഡയിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു. മെയിൻ ഐറ്റം കാനഡയിൽ നിന്ന് കൂമ്പ് കുത്തി വരുന്നുണ്ടെന്ന് രാഹുൽ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും രാഹുലിനുള്ള പണി അങ്ങ് കാനഡയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. കാനഡയിൽ നിന്ന് വരുന്ന ആ പണി ഏത് രീതിയിൽ വരും, എങ്ങനെ വരും, ഏത് രീതിയിൽ കൊള്ളും എന്നെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പറയുന്നതായിരിക്കും. പിന്നെ രക്തസാമ്പിൾ കൊടുക്കാൻ പോയപ്പോൾ സംഭവമുണ്ട്, ഒരു വിറയലൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ രാഹുലിൻ്റെയും പഴയ നടിയായ മറ്റേ നടിയുടെയും വാട്സപ്പ് ചാറ്റിൻ്റെ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക. പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ ഹൈപ്പായിട്ടോ ഒക്കെ ചെയ്തേക്കോ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.